തെലുങ്കറിയോ? ഞാൻ തെലുങ്ക് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ నేను ఆహారం తినండి. നന്നെ കൂടെ നിദ്ര വെക്കുന്ന ചോക്ക്. നന്നെ കൂടെ നെബ്ബദ്രു. ചന്ദ്രു ഇങ്ങോട്ട് വന്നേ. നിന്റെ ഈ ഡ്രസ്സിന്റെ ചുണ്ട് എങ്ങനെയുണ്ട്? അങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ടാ. ഇഷ്ടപ്പെട്ടാ? നീ എന്താ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട എന്ത്? സൂര്യബോസിന്റെ അപ്പ അന്തചന്ദ്രനെ കണ്ട അപ്പ ഇത് തന്നെ. ഇല്ല അന്ത പയ്യനെ ഉണ്ടാക്കി യന്ത്രെല്ലാം വന്ന് നനച്ച് വന്നേ. നിങ്ങ പെരിയ പയ്യൻ പറഞ്ഞാരോ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എടാ ഇതാരാ? നിങ്ങളെ ഫ്രണ്ട്സ് ആണോ മിയയും ഐറയും? ഓ ഇപ്പൊ പരിചയപ്പെട്ടേ ഉള്ളൂ. ഐറ രായൻ എവിടെ? എനിക്കറിഞ്ഞൂടോ. നിങ്ങൾ ബ്രേക്കപ്പ് ആയോ? അതെ ബ്രേക്കപ്പ് ആയി? അതെ. എന്ത് പറ്റി ഐറ? സിറ്റുവേഷൻസ് ഒക്കെ ഒന്നും സമ്മതിക്കില്ല. പിന്നെ അവൻ വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് എടി നിനക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല, നമ്മളിത് ഇവിടെ തന്നെ നിർത്താം. ഞാൻ കുറച്ചൊക്കെ മറ്റേ അവൻ കുറച്ചൊക്കെ ഇപ്പൊ ഫുള്ളായിട്ട് ഫാമിലിനാണ് നോക്കുന്ന അങ്ങനെ രീതിയാണ് പറഞ്ഞത്. ടൈമൊന്നും കിട്ടൂല രീതിയില് പറഞ്ഞത്. പിന്നെ അങ്ങനെയാണ് അവനെ പറഞ്ഞിട്ട് പോയത്. എങ്ങനെ മൂവണായി അതിന്ന്? മോനൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി മോനായിട്ടില്ല. പക്ഷെ ഇച്ചിരി ഒരു ഉണ്ടാവല്ലേ, ഒരു ലൈക്ക് മെമ്മറീസ് ഒക്കെ ഉണ്ടാവല്ലേ. എന്റെ മലയാളം കുറച്ചൊക്കെ വീക്കാണ്. ഞാൻ ഇപ്പഴും അത് നിനക്കറിയോ? നിനക്ക് തെലുങ്കറിയോ? എനിക്കറിയാം. ഞാനോ ചാല ഡേഞ്ചറസു. മിയ നീഗന്റെ അടുത്ത് നീഗന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. നീഗനെ ഇഷ്ടമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞോളാം, കുഴപ്പമില്ല. നീഗനെ മിയ പ്രപ്പോസ് ചെയ്തു. അല്ലല്ല മിയ നീഗൻ മിയനെ പ്രപ്പോസ് ചെയ്തു. വണ്ടി നോക്കിയേട്ടാ, ഭയങ്കര സൗണ്ട്. മിയ അപ്പൊ ചൂടായിട്ട് ഫുള്ളി നിർത്തി? എടാ മുച്ചിരി ഉണ്ടോടാ ഇതില്? മുച്ചിരി അവന്റെ അടുത്ത് 80 എന്ത് ചെയ്യാ? നന്നെ കഴിഞ്ഞാ? ഓക്കെ അവനെ 8001 കൊണ്ടോ. 8001 എടാ 8001 ഇവിടെ കുറച്ച് ചിക്സ് ഒക്കെ ഇപ്പുണ്ട്. വരുന്നുണ്ടാ? നീ വാ, ഓളാർ വെൽക്കം. പക്ഷെ അലീനയുടെ കേസത്ത് ഇവിടെ വന്നിട്ട് പറയല്ലേ എടാ. നിങ്ങക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ മറ്റേ അവനടുത്ത്. ബെസ്റ്റ് ഫ്രണ്ട് ഒന്ന് അത് മാത്രമാണോ? അതിന് മേലൊന്നും ഇല്ലല്ലോ. നേരെ പോണാര്
ബാക്കില് ഇത് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പയ്യന്മാരൊക്കെയാണ് ഇത്. പേരെന്താ? എടാ മുച്ചിരി നമ്മുടെ ലാംഗ്വേജ് മറ്റേ നമ്മുടെ തെലുങ്ക് നിനക്കറിയല്ലോ? എണ്ടത് ഇത് ഐറല്ലേ? അതെ. ഈ തള്ളച്ചി പെണ്ണുകാണ അപ്പുറത്തുള്ള നിങ്ങൾ ഒന്നിട്ട് വേടങ്ങടെ. ഹലോ ഞാൻ തെലുങ്ക് പഠിച്ചിട്ടുണ്ട് ഇപ്പൊ. എന്താ നേരത്തെ വിളിച്ചെന്നെ? ഐറ തെലുങ്കി സംസാരിക്കാം മുച്ചിരി എടുത്തിട്ട്. ക്യാരി അടിക്കാനാണോ? ആ അത് മുച്ചിരി ചെപ്പടാ മുച്ചിരി ചെപ്പ്. മുച്ചിരി ഹലോ ഹലോ മുച്ചിരി ഹലോ സൗണ്ട് പറയടാ മന്ദാര. ഭയങ്കര സൗണ്ട് അവന്റെ. ചന്ദ്രന്റെ സൗണ്ട് എനിക്ക് ഇതുപോലെയാ. അതിന്റെ ചെവിയിൽ തുളഞ്ഞു കയറും. ആ എനിക്കും. ഏമണ്ടി నేను ఆహారం తినండి. ఆహారం తిన్నారా? ఆహారం తిన్నారా? తిన్నాను. నేను తెలుగు കുറച്ചിനോ അറിഞ്ഞു కొంచెం తెలుసు. చంద్రకి సంబంధి ఏంటి? నీకు చంద్రన్ కూడా సంబంధం ఏంటి? సంబంధి నాకు చంద్రన్కి ఏం సంబంధమా? ഇത് തമിഴല്ലേ? അല്ല സംബന്ധമായ വാക്യമുണ്ട്. നമ്മ സംബന്ധം ചോദിക്കൂലേ കുടുംബക്കാര്? ഐറയുടെ സൗണ്ട് ഭയങ്കര ക്യൂട്ടല്ലേ? വെയിറ്റ് ആക്കെ. ഹലോ എന്താ മുച്ചിരി? హలో హలో నువ్వు చాలా నువ్వవత ఉన్నావు. എനിക്ക് ഡയലോഗ് പറയാനുണ്ട്. എനിക്ക് ഡയലോഗ് ഉണ്ട്. నేను చాలా డేంజరస్. അത് കഴിഞ്ഞു പോ. പോയിട്ടോ. അത് കഴിഞ്ഞു. അത് നേരത്തെ നീക చాలా నుమ్మరవు. ഒരു മിനിറ്റ് നീ മനസ്സിലായി. എനിക്കറിയാം. പിന്നെ പോടാ കഴിവറിയാം. എനിക്കറിയാം. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ ശരി. നന്നെ കൂടെ നിദ്ര വെക്കുന്ന ചോക്ക് എന്റെ കൂടെ പോരുന്നോ? അതാണ് അത് നിന്നെ നാ ചോദിക്കുന്നേ. മറ്റേ നന്നെ കൂടെ നെബ്ബദ്രു നന്നെ കൂടെ നിബന്ധിന്ന് അവനെ എന്ന് പറഞ്ഞ അവനെ നിർബന്ധിക്കണമെന്ന് സംസാരിക്കാൻ. ചന്ദ്ര എന്താ പറയിപ്പിച്ചേ? അതായത് നിന്റെ കൂടെ നിന്നെ സംസാരിക്കാൻ നിർബന്ധിക്കാനാണ്. അതാണ് ഉദ്ദേശം. അതല്ലേ മന്ദാരം പറഞ്ഞ എന്താ അറിയോ? ഇങ്ങോട്ട് വാ. ചന്ദ്ര കൂടെ കടുക്കുന്നോ? എന്താണ് പറഞ്ഞ അവിടെ? നന്നെ കൂടെ നിബന്ധി എന്നാണ് നീ അവിടെ പോയി ചോദിച്ചത്. നീ അങ്ങനെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്നെ നിർബന്ധിക്കുമെന്ന്. ചന്ദ്ര എന്താ പറഞ്ഞേ? ഞാൻ അതാണ് പറഞ്ഞത്, നിർബന്ധിക്കുമെന്ന്. അതാണ് അതിനർത്ഥം. അതല്ല ചന്ദ്ര തെലുഗില് പറഞ്ഞത്. നന്നെ കൂടെ നിർബന്ധിന്ന് ഞാൻ നിന്റെ അടുത്ത് അതാ പറയാൻ പറഞ്ഞേ. ഇതല്ല കേട്ടോ പറഞ്ഞേ. ഇതെന്നാ പറഞ്ഞേ? എന്താ പിന്നെ
എന്താ പ്രശ്നം ഇടിച്ച ഇരിക്കുന്നേ എന്നോട് ഇന്നലെ വാസണ്ണ എന്താ പറഞ്ഞേ ആ ചന്ദ്രന് എന്ത് പറഞ്ഞാ തിരിച്ചു പറഞ്ഞ ഒന്നും കൊണ്ട് പേടിക്കണ്ട കോലീഡർ നിന്ന് പേടിക്കണ്ടാന്ന്. നീ പറയോ? അപ്പൊ ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. വാ ഞാൻ കഴിവറ മോനെ, നീ പറയോ? ഇല്ല ചന്ദ്രനാണ് എന്റെ ചേട്ടനെ പോലെയല്ലേ കന്നേ. എന്താ പറയാൻ കഴിയോ? കൊല്ലല്ല വാ. അപ്പൊ പയ്യനെ അറിയാം, പക്ഷെ ചെറിയൊരു ഇതുണ്ട്, മനസ്സിലായി, ബുദ്ധിമുട്ടുണ്ട്. കത്തി ആ ഞാനായിട്ട് എത്ര നാളത്തെ റിലേഷൻ ആയിരുന്നു ഐറ? റിലേഷൻ എന്ന് പറയുവാണെങ്കിൽ ഒരു 8 months അങ്ങനെ 6 months 8 months അങ്ങനെ ഉണ്ടാവും. കുഴപ്പമില്ല, എല്ലാം മനസ്സിലാക്കി മൂവ് ഓൺ ആയി വരാനേ ഞാൻ പറയത്തുള്ളൂ. എന്തിനു അത്രേ ഉള്ളൂ, അത് കുഴപ്പമില്ല. ഞാനറിയാലോ കുറച്ച് ഫാമിലിയിൽ കുറച്ച് കമ്മിറ്റഡ് ആണ് ആള്. പണ്ടേ പണ്ടേ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് നല്ലപോലെ അറിയാം. അത് കഴിഞ്ഞിട്ട് ആള് ബാക്കി പരിപാടിക്ക് പോകും. അതാണ് നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടെന്നല്ലേ. ചന്ദ്ര ഇങ്ങോട്ട് വന്നേ. നിന്റെ ഈ ഡ്രസ്സിന്റെ ചുണ്ട് എങ്ങനെയുണ്ട്? നിന്റെ അങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ടാ? ഇഷ്ടപ്പെട്ടാ? നീ എന്താ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട എന്ത്? അല്ല ഇഷ്ടപ്പെട്ടാ വേണം. ഡ്രസ് കിട്ടോ? ഈ ഡ്രസ് ഡ്രസ് ഷോപ്പില് വാ. ചന്ദ്രങ്ങ് ഓവറങ്ങ് എക്സ്പെക്ട് ചെയ്യല്ലേ. ഞാൻ ചന്ദ്രനൊന്നും ഇഷ്ടം പറയൂല, പിന്നെ ഞാൻ അത്രക്കാരനല്ല. എനിക്ക് ഇടയ്ക്ക് മനസ്സിലാവുന്ന പെമ്പിളരെ ഒട്ടും ഇഷ്ടപ്പെടാത്ത എന്താന്ന്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര ഹോർമോൺ ചേഞ്ച് ഒക്കെയാണ് കേട്ടോ. എന്നെ പോലെ ആൽഫാമേലും കിട്ടിയാലും സന്തോഷമാ. മിയ കിട്ടിയാലും സന്തോഷമോ? മിയ ഇത് നീയല്ല, ഇത് മറ്റോള്. മിയ എന്ത്? എനിക്ക് അങ്ങനെയാണ്. മിയോടെ പോയി. ഇതാ ഈശ. ഓ മന്ദാര എല്ലാ ഫസ്റ്റ് പ്രയോറിറ്റി ആണ് അവന്റെ ഫാമിലി ഉണ്ടാവണം. സെക്കൻഡ് പ്രയോറിറ്റി ആണ് ഞാൻ. അതുവരെ ഫാമിലിയാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റീസ്. അല്ല ചന്ദ്രക്ക് എന്ന് പറഞ്ഞ എല്ലാ പെണ്ണുങ്ങളും ആര് പറഞ്ഞു? ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ഗ്യാങ് ആണ്, പക്ഷെ അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഗേൾഫ്രണ്ട് അതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എനിക്ക് പിന്നെ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തോണ്ട് പിന്നെ ഇപ്പൊ കാര്യമൊന്നുമില്ലല്ലോ. ഭാര്യ ഗേൾഫ്രണ്ട് ഇല്ല, ഭാര്യ. അല്ല പെമ്പിളറുണ്ട് ഭാര്യ. ഐറ വെറുതെ പറയുന്നത്, നമ്മുടെ ഫാമിലിയുള്ള എല്ലാരും നിനക്ക് അറിയാം. പണ്ടോട്ടി അവര് ഭയങ്കര തമാശകള് ഇങ്ങനെ പറയും. എന്താ തമാശല്ല? അതാണ് തമാശല്ല. ഭാര്യ ഉണ്ട്, ഒരു മോനും ഉണ്ട്. സൂര്യബോസ് കഴിവില്ലാത്തോണ്ട് ദത്തെടുത്ത്. ഇല്ല സ്റ്റിൽ സിംഗിൾ. അത് ഒരാളെ ഞാൻ അഡോപ്റ്റ് ചെയ്തായിരുന്നേ, സൂര്യബോസ് പറഞ്ഞിട്ട് പിഴച്ച അതിന്റെ മോനെ മാറി അടിച്ച് മാമന് ഈ അഡോപ്റ്റ് ചെയ്തു മോനെ അലിബാബ. ഇപ്പൊ മാമനെ പറ്റിച്ച് നടക്കുകയാണ്. നീവ് കെൽസ മാടോ ഐറ, നീവ് കെൽസ മാടോ. കെൽസ മാടോന്ന് പറഞ്ഞ എന്താ ഐറ? എന്താ വാക്കില്ല. മന്ദാര ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. മന്ദാരനെ പറയിപ്പിച്ചേ. നീ തെലുങ്ക് പറ, നീ വേറെ ഭാഷ മന്ദാരെ പറയിപ്പിച്ചെന്നെ കൊണ്ട്. പിന്നെ നമ്മ മലയാളി, അമ്മ തെലുഗല്ലേ, നമുക്ക് എങ്ങനെ അറിയാനേ? മലയാളം പറ, കുഴപ്പമില്ല. ഇല്ല നമുക്ക് പിന്നെ തെലുഗ് പഠിക്കണ്ടേ? ഇങ്ങനെയൊക്കെയല്ലേ വാക്യാണെങ്കി എന്താ വാക്യം വേണോ അത് പറ. ഞാൻ എന്റെ കാശ് കൊടുത്ത എനിക്ക് നിന്നെ ഇഷ്ടമാണ് എങ്ങനെ പറയുന്നത്? ഐ ലവ് യു. എനിക്ക് ഇഷ്ടമാണല്ലേ, അത് മാത്രം എനിക്കറിയാം. ചാലല്ല മത്തി. చాలా ഇഷ്ടം. ആഴത്തിലും പറഞ്ഞിട്ടുണ്ടോ അതിന് മുന്നേ ഇങ്ങനെ? അപ്പൊ നിങ്ങൾ ചാളൻ എന്താ പറയാ? ഐറ ഇങ്ങനെ ആഴത്തിലും പറഞ്ഞിട്ടുണ്ടോ അതിന് മുന്നേ ഇങ്ങനെ? ഞാൻ ചാല
ഇഷ്ടം ഇങ്ങനെ തെലുഗുല ആരെടുത്ത് പണ്ട് ഞാനെന്ന് പറയായിരുന്നു അല്ലല്ല വെയിറ്റ് ആക്കെ. അപ്പൊ ചാളന്റെ അർത്ഥം എന്താ? ചാളന്റെ എനിക്ക് ഭയങ്കര സ്നേഹം. അതെ, ആ അപ്പൊ നിങ്ങ ചാള മീനിനെ പറയാ സ്നേഹം എന്നാ? അല്ല, ചാല മീനിങ് സ്നേഹമല്ല, ഇഷ്ടം മീനിങ് അല്ല അവൻ അങ്ങനല്ല. ഉദ്ദേശിക്കുന്ന ഫിഷ് ഉണ്ട്. ചാള ഫിഷ്. നമ്മള് എടാ ചാള അതിന് അവര് ചാള എന്നല്ലല്ലോ പറയുന്ന മുച്ചിരി. മണ്ടനാണോ നീ? അതുകൊണ്ട് അതിന് സ്നേഹം എന്നാണോ തലക്കകത്ത് പറയുന്നത്? ഒന്നുമില്ല, പുറത്തൊന്നുമില്ല, അകത്തൊന്നുമില്ല. അവൻ ചോദിക്കുന്നത് ചന്ദ്ര ചാളാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തുവാന്നാണ്? അതിന്റെ അർത്ഥം എന്തുവാ? ചാല മീൻസ് ഒത്തിരി, ടു മച്ച്, ഒത്തിരി. അപ്പൊ ചാള നിങ്ങളെ നാട്ടിൽ ഒത്തിരി അല്ലേ മീൻ്റെ പേര്? ചാല ഡേഞ്ചറസ്. ഒരു ഒത്തിരി ഫ്രൈ തരും. ഒരു ഒത്തിരി ഫ്രൈ എന്ന് പറയാ എന്നാ പറയാ ഇങ്ങനെ തട്ടുകടയിൽ പോയിട്ട്? ആ నేను చాలా എടാ നമ്മളെ നാട്ടില് തട്ടുകടയിൽ പോയിട്ട് നമ്മളെ നാട്ടിൽ പോയിട്ട് നമ്മ പറയാ ഒരു ചാള ഫ്രൈ തരും പറയും. ഞാൻ കാര്യം പറഞ്ഞ മുച്ചിരി, അവളിപ്പോഴാണ് മലയാളം തന്നെ പഠിച്ചത് പറഞ്ഞു. നിന്റെ ഭാഷ അവക്ക് മനസ്സിലായി വരാൻ നല്ല സമയം എടുക്കും. മാറിയില്ലേ? മാറില്ല. അവന്റെ കിണഞ്ഞ മാറിക്കാൻ പറയല്ലേട്ടാ സീനാവും. അടിച്ചു കൊന്നറിയും. ഇവിടെ എന്റെ അടുത്ത് ഒരാള് ചോദിക്കില്ല എന്നെ കൊന്നറിഞ്ഞ ഇവിടെ. ചന്ദ്രു, പെണ്ണുങ്ങളെ മുമ്പിൽ ആണുങ്ങളെ കൊല്ലാൻ പാടില്ല എന്നാ. അപ്പൊ ഇപ്പൊ സംസാരിച്ച ഒരു ഇതല്ലടാ, ഒരു എന്താ പറയാ, ഡിസ്ക്രിമിനേഷൻ അല്ലേ? ഡിസ്ക്രിമിനേഷനാ? നീ അവിടെ പെമ്പിള്ളേരെ താഴ്ത്തില്ലേ അവിടെ സംസാരിച്ചേ? അല്ല അങ്ങനെ പിന്നെ പെണ്ണുങ്ങൾക്ക് അത്ര വില മതി, കൊറേ വില എന്ത് വേണ്ട. ഓൾറെഡി റൂൾസിൽ കൊറേ വില ഉണ്ട്. ഇനി നമ്മക്ക് കുറച്ച് വില കിട്ടും സൊസൈറ്റിയിലെങ്കിലും. ഒരുമാതിരി കഴിവറ മോനെ തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുഖം വെട്ടി വെച്ച് നാളെ വരും ഓരോടത്ത്. നിന്റെ ചെള്ളയടിച്ചൊക്കെ തിരിക്കും ഞാൻ. കാട്ടവരാ നീ. ഇതൊക്കെ പറഞ്ഞത് ചന്ദ്രല്ലേ പറയുന്നത്, ഞാനല്ലോ. കൊല്ലല്ലേ എന്ത് പറഞ്ഞാലും കൊലയാടി മാറില്ല. നാളെ ബിജുവേട്ടൻ ഇത് റിയാക്ട് ചെയ്യോ? എന്ത് പറ്റി ഇവിടെ? എന്തൊക്കെയാ? അല്ല ഒന്നുമില്ല. അത് വേറെ അത് ഐറ. ഇനി ആരെങ്കിലും സ്നേഹിക്കോ? ഒരു നല്ല പയ്യൻ കിട്ടി കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഐറന്റെ ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു പണ്ട്. ക്രഷ് ഉണ്ട്. മംഗലല്ലേ? ഇല്ലടാ അങ്ങനെ പറയാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഇപ്പം. ഇല്ലടാ പിന്നെ എടാ എനിക്ക് അങ്ങനല്ലേ ഞാൻ പറയാം. പണ്ടത്തെ കാര്യം പറഞ്ഞ പണ്ടത്തെ അല്ല അങ്ങനെ പറയുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാ? എന്തെങ്കിലും കുഴപ്പമുണ്ടാ? എന്താ ശരി, നല്ല കുഴപ്പമുണ്ടാ? കുട്ടിക്ക് ചന്ദ്രൻ ഇഷ്ടമല്ല പിന്നെന്താ? എന്നെ ആർക്കും ഇഷ്ടമല്ല. ഐറയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ഐറയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ? ഐ മീൻ ഇപ്പൊ എന്റെ അടുത്ത് ദേഷ്യമുണ്ടോ? ഇല്ല. ഇല്ല, ഇഷ്ടമല്ലേ? അപ്പാ ഇഷ്ടമാണ്. എന്താ മന്ദാരം കാലേ വാരി അടിക്കും കേട്ടോ ഐറ. ഐറൊക്കെ എന്നെ വല്ലാത്ത പ്രശ്നമാണ്. ഇഷ്ടത്തിന് കൊറേ മീനിങ് ഉണ്ടല്ലോ. അതാണ് ഐറ, കൊറേ മീനിങ് ഉണ്ട്. അതെ, ഈ മന്ദാരല്ലേ മന്ദാരം. ചന്ദ്രൻ നമുക്ക് ഇഷ്ടം. അത് വേറെ ഇഷ്ടമല്ലേ? ഇപ്പൊ മന്ദാരത്തിന് ഇഷ്ടം. മന്ദാരോ മന്ദാരത്തിന് ഒരു കാര്യം പറയാം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാ മുച്ചില്ല, അവൻ ഗേ ആണ്. ശരി, സീരിയസ്ലി ഹീസ് ഗേ. ചോദിച്ചോ കാര്യം വിളിക്കാൻ ചോദിക്കോ? അതിന് പറയാ ഇഷ്ടമൊന്നല്ല, ഇച്ചിരി ഒരു ഡൗട്ടാ. കൊറേ ആൾക്കാര് നിന്നെ പറ്റി ഇതിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനല്ല ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നേരത്തെ നിന്നെ കണ്ടപ്പോ ഞാൻ ചോദിക്കാൻ വിചാരിച്ചിട്ടാണ്. നീ ഗേ ആണോ? ഞാൻ കാര്യം പറയട്ടെ. ചന്ദ്ര ഇങ്ങോട്ട് വന്ന ചന്ദ്ര ഇങ്ങോട്ട് വാ. പെണ്ണുങ്ങളല്ലേ പോട്ടെ, പെണ്ണുങ്ങളെ സംസാരിച്ച് സൂക്ഷിക്കണം. ഇങ്ങോട്ട് വാ ചന്ദ്ര. ഞാൻ കാര്യം പറയട്ടെ. ഞാൻ ഒരു ദിവസം പ്ലക്കിന്ന് പറഞ്ഞിട്ട് അത് കുണ്ടന് എന്നല്ല അതിന്റെ അർത്ഥം. ഒരു പ്രാവശ്യം യൂസ് ആക്കണ്ട, മനസ്സിലായി? യൂസ് ആക്കുന്നത് യൂസ് ആക്കണ്ട നമ്മള്. അല്ലാണ്ട് അതിന്റെ അർത്ഥം ഇഷ്ടമല്ല, മനസ്സിലായ? പണ്ടാക്കടാ. എന്ത് പണ്ട്? ഇപ്പൊ ഞാൻ പറയുന്നേ ഇപ്പൊ എടാ എനിക്ക് ഫിലിം നോക്കാൻ പോകും. ഞാൻ കേട്ടെ, എനിക്കൊരു ബോയിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഫീലിംഗ് ഒന്നും തോന്നല്ല. ബിക്കോസ് ഐ എം സ്ട്രൈറ്റ്.
വെയിറ്റ് ആക്ക് ഞാൻ പറയാം ചന്ദ്രനോട് ചന്ദ്രൻ ഇപ്പൊ കുറേ നേരം സംസാരിച്ചില്ലേ നിന്റെ ഫ്ലാഗ് ഇത് പിടിച്ചോളാം വേറെ കളറാണോ മുച്ചിരി ഇതിനൊക്കെ ഞാൻ പറയുന്നത് ചന്ദ്രൻ ഇപ്പം വെയിറ്റ് ആക്ക് ഞാൻ പറയുന്നത് ചന്ദ്രൻ ഇപ്പൊ ഫിലിം നോക്കാൻ പോകുന്നത് എന്തിനാ സിനിമ കാണാൻ പോണ അറിയാലോ അതൊരു റിയൽ നടക്കാത്ത ഒരു കാര്യം തന്നെ അത് ഒരിക്കലും അതൊരു ഇതാവൂല അല്ല അതുപോലെ തന്നെ ഒരു സംഭവം മനസ്സിലായി നീ റിയൽ ആയിട്ടല്ലേ ചെയ്താ ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് അല്ല ഞാനത് ഇത് കാണുമല്ലേ ഇത് എന്റർടൈൻമെന്റ് അല്ല ഞാൻ സിനിമ കാണുമല്ലേ ഞാൻ ചെയ്യുമല്ലേ നീ എന്താ ചെയ്തേ അതുകൊണ്ടാണ് നീ ഗെയിം പറഞ്ഞേ മുച്ചിരി അക്സെപ്റ്റ് ദാറ്റ് എന്താ accept ഇല്ലല്ല. ഞാൻ പക്ഷെ ഇപ്പൊ ഏജ് ആട്ടെ ഇപ്പൊ എന്റെ ഏജ് ഇതാ പ്ലക്കൽ അടിയാ പ്ലക്കൽ പ്ലക്കൽ ടീമിലാ ഇപ്പൊ ഞാൻ അപ്പം പക്കേ ഇതില് കൊറേ ആളുണ്ട് ഇത് സ്റ്റീവ് ഉണ്ട് എല്ലാരും ഉണ്ട് ഞാൻ മാത്രല്ല ഇത് ഏജിന്റെ പക്ഷെ സ്റ്റീവ് തൊണ്ടനെ എന്നിട്ട് സ്റ്റീവ് ഇതിലുണ്ട് കാരണം സ്റ്റീവിന്റെ ഇതേ ഇതാ മനസ്സിലായി ഇതേ ഇതാ അവന് പൈസ ആക്കാനുള്ള വഴി ഇതേ ഇതാ മനസ്സിലായാ ആ അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ കുണ്ടനല്ല ഞാൻ ഇപ്പൊ വരാവേ ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് എടാ നമുക്ക് പോടാ ഓക്കെ ഐറ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഒരു ചെറിയൊരു ഒരു റോബറിയുടെ ഇത് കാര്യമുണ്ട് നാളെ കാണാപ്പ ഓക്കെ ഓക്കെ ഒത്തിരി കൊണ്ടുപോകണം മാമാ കൊണ്ടുപോകണം ഇതിലൊരു മുതുക്കി കൊണ്ടുവിടാം പണ്ടേ കഴിഞ്ഞ് ഇല്ല അവര് വണ്ടി സംഭവം എന്താ എന്ത് സംഭവം സംഭവം ഒന്നുമില്ലല്ലേ അവര് വരട്ടെ അവര് വണ്ടി വരട്ടെന്ന് പറഞ്ഞേ നമ്മുടെ വണ്ടിയിൽ ഫുള്ള് ചൂടല്ലടാ അവർക്ക് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്തെങ്കിലും ആ പെണ്ണിനടെ നിലത്തിട് നീ പോയിട്ട് കേട്ടോ വണ്ടി എടുത്തോ എന്ത് ഇലിതരണ്ട് പോ ഓൺലി ബോയ്സ് വാസോണിന്റെ വണ്ടി മിയ മിയാ പോട്ടെ ആ വണ്ടി പോയിക്കോ പ്രശ്നം എന്താ പ്രശ്നം എന്താ നമുക്ക് കൊറേ നേരല്ലടാ പെമ്പിള്ളേരെ സംസാരിക്കാൻ ആൾക്കാരെന്ത് വിചാരിക്കും നമ്മളിങ്ങനെ എപ്പോഴും പെമ്പിള്ളേരെ പറയുകയാണെങ്കിൽ ആൾക്കാരെ കാണുന്നില്ലല്ലോ